അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നവർ, കാണാൻ കണ്ണ് തന്ന റബ്ബ്, സംസാരത്തിന് നാവ് തന്ന റബ്ബ്, സുബ്ഹാനല്ലാഹ് ഊണും ഉറക്കും തന്ന റബ്ബ്, ഉണർവും ഉന്മേഷവും തന്ന റബ്ബ്, എല്ലാം തന്ന റബ്ബ്. ആ റബ്ബ് തന്ന അനുഗ്രഹത്തിനുണ്ടോ കണക്ക് മുഅ്മിനീങ്ങളെ? ഞാൻ ഓർക്കുന്നു, വടകര ടൗണിലൂടെ നടന്നു വരുമ്പോ ഹോട്ടലിന്റെ പിൻഭാഗത്ത് കൊണ്ടുപോയി എറിഞ്ഞ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ ഒട്ടിപ്പിടിച്ച ഇലകൾ, ആ ഇലകളിൽ നിന്ന് കാക്കയും നായയും ഭക്ഷണം കഴിക്കുമ്പോ ഒരു മനുഷ്യൻ ഓടി വന്ന് ഒരു ഇലയെടുത്ത് നിലത്ത് വിരിച്ചു. മറ്റുള്ള ഇലകളിൽ ഒട്ടിപ്പിടിച്ച ഭക്ഷണം കൈകൊണ്ട് തുടച്ചെടുത്തൊരലയിൽ സമാഹരിച്ച് അദ്ദേഹം അത് വാരി തിന്നുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് എൻ്റെ ചെറുപ്പത്തിൽ കണ്ടു. ചോദിക്കട്ടെ മുസ്ലിമീങ്ങളെ, അല്ലാഹു ജല്ല ജലാലുഹു നമുക്ക് എത്ര അഭിമാനത്തോടെയാ ഭക്ഷണം തന്നത്? നമുക്കുണ്ടോ റബ്ബ് വല്ല വിഷമവും തന്നിരിക്കുന്നു, എന്തെങ്കിലും പ്രയാസം തന്നിരിക്കുന്നു? ഇങ്ങനെ ജീവിക്കുന്നവരും ലോകത്തുണ്ട്. എന്നാൽ അഭിമാനത്തോടെ സന്തോഷത്തോടെ വളരെ വൃത്തിയുള്ള ഭക്ഷണം തന്ന റബ്ബ്, അതുപോലെ എല്ലാ അവയവങ്ങളും തന്ന റബ്ബ്, ആരോഗ്യം തന്ന റബ്ബ്, എല്ലാ നിയമത്തും ചൊരിച്ചു തന്ന റബ്ബ്, ആ റബ്ബിനെ സ്തുതിക്കേണ്ടതില്ലേ? അവനെ പുകഴ്ത്തേണ്ടതില്ലേ? അതല്ലേ അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി തംലഉൽ മീസാൻ. മനുഷ്യന്റെ നന്മ തൂക്കുന്ന ത്രാസിൽ നിറക്കുന്ന ദിക്റാണ് അൽഹംദുലില്ലാഹ്. ധാരാളം ചൊല്ലേണ്ട ദിക്ർ. അതാണ് റബ്ബ് പറയുന്നു, അത്തായിബൂനൽ അബിദൂനൽ ഹാമിദൂൻ. തൗബ ചെയ്യുന്നവർ, അല്ലാഹുവിനെ ഇബാദത്ത് എടുക്കുന്നവർ, അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നവർ. ഞാൻ കുട്ടിക്കാലത്ത് കക്കിടിപ്പുറം അബൂബക്കർ മുസ്ലിയാർ നവറല്ലാഹു മർഖദഹു തങ്ങളെ കാണാൻ ദലായിലുൽ ഖൈറാത്ത് സലാത്തിന്റെ ഇജാസത്ത് തരാൻ വേണ്ടി ഞാൻ ആവശ്യപ്പെട്ടു. മഹാനവറുകളെ കണ്ട സമയത്തൊക്കെയും കണ്ട കാഴ്ച അൽഹംദുലില്ലാഹ് 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 ആവർത്തിച്ചാവർത്തിച്ച് അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു ആ നാവിലൂടെ. അല്ലാഹുവേ, അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നന്നാക്കി തരണം റഹ്മാനെ. അല്ലാഹുവിൽ തന്നെ മനസ്സിലയിച്ച് അല്ലാഹുവിന്റെ ദിക്ർ കൊണ്ട് ജോലിയായി അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന മഹാന്മാർ, അത്തായിബൂനൽ അബിദൂനൽ ഹാമിദൂൻ. എപ്പോഴും അല്ലാഹുവിനെ സ്തുതിക്കുന്നവരാകണം, അല്ലാഹു ചെയ്ത നിഅമത്തുകൾ എടുത്തു പറയുന്നവരാകണം. ഒരിക്കലും അല്ലാഹു തന്ന മുസീബത്തുകൾ പറഞ്ഞു നടക്കരുത്. അല്ലാഹുവിലേക്ക് മനസ്സ് തിരിഞ്ഞാൽ അല്ലാഹു തന്ന മുസീബത്തുകൾ എടുത്തു പറയരുത്, അത് മൂടി വെക്കണം. നിങ്ങൾ കണ്ടില്ലേ, ഒരു ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യ ഭർത്താവിനോട് നെഞ്ഞത്ത് കയ്യിന്റെ മുട്ടുകൊണ്ട് കുത്തിപ്പോയി. അല്ല, കുത്തിപ്പോയോ? വേദനിച്ചോ? ഉടനെ അവൾ ഇല്ല, വേദനയില്ല, നല്ലിടം വേദനയായിരിക്കുന്നു, പക്ഷേ അത് പുറത്തു പറയുന്നില്ല. ഭർത്താവിനോടുള്ള സ്നേഹമാണ്, ബഹുമാനമാണ്. പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ ഷൂ ധരിച്ച ഉസ്താദിന്റെ ഷൂ കൊണ്ട് ശിഷ്യന്റെ കാലും വെച്ച് ചവിട്ടിപ്പോയി. നല്ലിടം വേദനയായി. മോനെ ചവിട്ടിപ്പോയോ? ഇല്ല. അല്ല, വേദനയോ? ഇല്ല ഉസ്താദ്, ഇല്ല ഇല്ല. നല്ലിടം വേദനയായിരിക്കുന്നു. ഉസ്താദ് കാണാതെ ബിൽഡിങ്ങിന്റെ അപ്പുറത്ത് പോയിട്ട് ബാത്റൂമിന്റെ അടുത്ത് പോയിട്ട് കാലിങ്ങനെ ഒഴിയാണ്. ഉസ്താദിനോടുള്ള സ്നേഹമാണ്, ബഹുമാനമാണ്. അപ്പൊ സ്നേഹിക്കപ്പെടുമ്പോൾ, ബഹുമാനിക്കപ്പെടുമ്പോൾ, ആ ബഹുമാനിക്കുന്നവരിൽ നിന്ന്, സ്നേഹിക്കുന്നവരിൽ നിന്ന് നമുക്ക് വേദനയുണ്ടാകുന്ന, വിഷമമുണ്ടാകുന്ന വിഷയം വന്നാൽ
അത് പ്രകടിപ്പിക്കൂല. സ്നേഹമാണ്. വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. ഈമാനുള്ള മനുഷ്യന്റെ സ്നേഹം ഏറ്റവും കൂടുതൽ അല്ലാഹുവിനോടാണ്. അതുകൊണ്ട് അല്ലാഹുവിങ്കൽ നിന്ന് കിട്ടുന്ന ഉണ്ടാകുന്ന മുസീബത്തുകൾ അത് പറഞ്ഞു നടക്കൂല. അല്ല ചെയ്ത നിഅമത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ പലരും നേരെ തല തിരിച്ച അല്ല ചെയ്ത നിഅമത്ത് പറയൂല, അല്ലാഹു ചെയ്ത നിഅമത്ത് പറയൂല, അത് മൂടി വെക്കും. ഉദാഹരണത്തിന് ഒരാള് ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ കല്യാണത്തിന് ഒരു പവന് തരണം എന്ന് ഒരു മുതലാളിനോട് പോയി പറയുമ്പോ, എല്ലാ മുതലാളിമാരും ഒരുപോലെയല്ല കേട്ടോ. അയാൾ ഉടനെ തന്നെ, ഉസ്താദേ ഇപ്പൊ സാമ്പത്തിക മാന്യാണ്, കച്ചവടമൊന്നും തീരെ ഇല്ല, ദുബായിലൊക്കെ വളരെ പോക്കാ, സുബ്ഹാനല്ലാഹ് ഇയാൾ വന്നത് 4 വിസയും കൊണ്ടാ. ഇത്ര പോക്കാണെ പിന്നെ ഇതിനാ 4 വിസയും കൊണ്ടുവന്ന ഇയാള്. പിന്നെ ഇയാളെ വിഷമങ്ങൾ ഇങ്ങനെ പറയാൻ, കച്ചവടം മുമ്പൊക്കെ ഉള്ള കച്ചവടം ഒന്നും ഇപ്പൊ ഇല്ല, എന്നാ മുമ്പ് എപ്പോഴെങ്കിലും ചെന്നപ്പോ ഇപ്പൊ നല്ല കച്ചവടം ഉണ്ടെന്ന് മുമ്പ് പറഞ്ഞിരുന്നോ? അവർ പറഞ്ഞിട്ടില്ല. നിഅമത്ത് പറയൂല, പ്രശ്നം ഇങ്ങനെ പറയും. ഇത് മുഅ്മിനായ മനുഷ്യന് അനുയോജ്യമല്ല. അമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്. അല്ലാഹു ചെയ്ത നിഅമത്ത് അത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. അല്ല എനിക്ക് അങ്ങനെ തന്നു, ഇങ്ങനെ തന്നു, അത് കിട്ടി, ഇത് കിട്ടി, അങ്ങനെ കിട്ടിയത് പറയണം. അഹങ്കാരത്തിന്റെ വഴിയിലല്ല, അല്ലാഹുവിനെ പുകഴ്ത്തുന്ന വഴിയിൽ പറയണം. അതേ സമയത്ത് അല്ലാഹു കൊടുത്ത മുസീബത്ത് അത് സാരമില്ല, അത് സാരമില്ല എന്ന നിലക്ക് മൂടിവെക്കണം. അതാണ് സാലിഹീങ്ങളെ പതിവ്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു, മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു തുടങ്ങിയ സർവ മഹാന്മാരും അത് വിശദീകരിക്കുന്നുണ്ട്. മുസീബത്തുകൾ മൂടിവെക്കുക. ഇദാ അസാബത്തുഹും മുസീബത്തുൻ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മുസീബത്ത് വന്നാൽ അവരെ വാക്ക്, ഞങ്ങളൊക്കെ അല്ലാഹുവിനുള്ളതാണ്, അവന്റെ ഇഷ്ടപ്രകാരം തീരുമാനിക്കുന്നു, അവന്റെ ഭരണം, അവന്റെ ഇഷ്ടം. വ ഇന്നാ ഇലൈഹി റാജിഊൻ, നമ്മളെല്ലാവരും അല്ലാഹുവിലേക്ക് മടങ്ങുന്നവരാണ്. അതുകൊണ്ട് എന്ത് മുസീബത്തുണ്ടെങ്കിലും അതിനൊക്കെ അല്ലാഹു പ്രതിഫലം തരും. സന്തോഷത്തോടെ കൈനീട്ടി സ്വീകരിക്കുന്നു. നോക്കൂ സഹോദരന്മാരെ, സഹോദരിമാരെ, ലോകത്ത് അല്ലാഹു ഏറ്റവും ബഹുമാനിച്ച മഹാനാരാണ്? മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആൺമക്കൾ മുഴുവനും കുട്ടിക്കാലത്ത് മരണപ്പെട്ടു പോയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആൺമക്കൾ മുഴുവനും കുട്ടിക്കാലത്ത് വിട പറഞ്ഞു പോയില്ലേ? എത്ര വലിയ മുസീബത്താണ്! പക്ഷേ ആ മുസീബത്ത് കൊണ്ട് പല ഫലങ്ങളുമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കതിലൂടെ വലിയ സ്ഥാനം കൊടുക്കാൻ അല്ലാഹു ഉദ്ദേശിച്ചിട്ടുണ്ട്. ഉമ്മമാരെ, 3 കുട്ടികൾ ഒരാൾക്ക് മരിച്ചാൽ അവർക്ക് സ്വർഗം ലഭിക്കാനത് കാരണമാണെന്ന് പറഞ്ഞപ്പോ 2 കുട്ടി മരിച്ചാലോ എന്ന് ചോദിച്ചില്ലേ? 2 കുട്ടി മരിച്ചാലും അതാ സ്വർഗത്തിൽ കിട്ടാൻ കാരണം തന്നെ. 1 കുട്ടി മരിച്ചാലോ എന്ന് ചോദിച്ചപ്പോ 1 കുട്ടി മരിച്ചാലും അങ്ങനെ തന്നെ. ഓ പറയട്ടെ, മുസീബത്തുകൾ കൊണ്ട് ധാരാളം ഫലങ്ങൾ അല്ലാഹു തരും. അതുകൊണ്ട് തന്നെ മുസീബത്തുണ്ടാകുന്ന സമയത്ത് പ്രയാസമുണ്ടെങ്കിലും അതിനെല്ലാം പ്രതിഫലം കിട്ടുമെന്ന നിലക്ക് ക്ഷമിക്കാനും പൊറുക്കാനും വേവലാതിപ്പെടാതിരിക്കാനും നമുക്ക് സാധിക്കണം. അത് റബ്ബിനോടുള്ള സ്നേഹമാണ്. രാവിലെയും വൈകുന്നേരവും 3 പ്രാവശ്യം ചൊല്ലൽ സുന്നത്താണ്. റളിയതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യൻ വറസൂലാ. എന്റെ റബ്ബായി ഞാൻ അല്ലാഹുവിനെ പൊരുത്തപ്പെട്ടു, അവൻ എന്ത് തന്നാലും എനിക്ക് സംതൃപ്തിയാണ്. പിന്നെയോ വബിൽ ഇസ്ലാമി ദീനാ, ഇസ്ലാമിനെ ഞാൻ ദീനായി പൊരുത്തപ്പെട്ടു. വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ
നബിയ്യം വറസൂലാ, നബിയും റസൂലുമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ പൊരുത്തപ്പെട്ടു. 3 പ്രാവശ്യം ആവർത്തിച്ച് ചൊല്ലാനാ പറഞ്ഞത്, രാവിലെയും വൈകുന്നേരവും. കാരണം അള്ളാഹുവിന്റെ മുഴുവൻ തീരുമാനങ്ങളിലും അവന്റെ മുഴുവൻ ഭരണത്തിലും സംതൃപ്തി ഉണ്ടാകുന്നതിന്റെ പുറമെ രാവിലെയും വൈകുന്നേരവും 3 പ്രാവശ്യം അത് പ്രഖ്യാപിക്കുകയും കൂടി ചെയ്യുന്ന അടിമയാണ് ആത്മീയതയുള്ള അടിമ കേട്ടോ. പടച്ചവൻ എന്ത് തന്നാലും ആ തന്നതിൽ ക്ഷമിക്കാൻ കഴിയണം, പൊരുത്തപ്പെടാൻ കഴിയണം. മനസ്സിന്റെ ഉള്ളിൽ കംപ്ലൈന്റ് പാടില്ല. അതുകൊണ്ടാണ് മുസ്ലിമീങ്ങളെ മരിച്ചതിന്റെ പേരിൽ മുട്ടയടിച്ചാൽ അത് ഹറാമാണെന്ന് പണ്ഡിതന്മാര് പറയും. മരിച്ചതിന്റെ പേരിൽ കറുത്തത് കുത്തിയാൽ അത് പാടില്ലെന്ന് പറയും. മരിച്ചതിന്റെ പേരിൽ ദുഃഖാചരണം നടത്തിയാൽ അത് പാടില്ലെന്ന് പറയും. എന്തുകൊണ്ട്? ഇസ്ലാമിൽ ദുഃഖാചരണമില്ല. ഇസ്ലാം അള്ളാഹുവിന്റെ തീരുമാനത്തെ 2 കൈയും നീട്ടി സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ആശയമാണ് ഇസ്ലാം. അതുകൊണ്ട് തന്നെ മഹാന്മാര് മുസീബത്തുകൾ മൂടിവെക്കും, നിഅമത്തുകൾ എടുത്തു പറഞ്ഞുകൊണ്ടേയിരിക്കും, അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കും. അതാണ് അൽഹംദുലില്ലാഹ്. ആവർത്തിച്ചാവർത്തിച്ച് അള്ളാഹുവിനെ സ്തുതിക്കണം, അള്ളാഹുവിനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കണം. അപ്പോൾ അത്തായിബൂനൽ അബിദൂനൽ ഹാമിദൂൻ അസ്സായിഹൂൻ, അള്ളാഹുവിന് വേണ്ടി എന്തും സമർപ്പിക്കണം, എന്തും ത്യജിക്കണം. മനുഷ്യൻ ഭക്ഷണം കൈയൊഴിച്ച്, വെള്ളം കൈയൊഴിച്ച്, വികാരങ്ങളൊക്കെയും കൈയൊഴിച്ച് അള്ളാഹുവിന് നോമ്പെടുക്കാൻ സന്നദ്ധരാകുന്നവർ ആത്മീയതയുള്ള മഹാന്മാരെ ലക്ഷണം ഖുർആൻ പറയുകയാണ്. അത്തായിബൂനൽ അബിദൂനൽ ഹമീദൂന സായിഹൂൻ, പിന്നെയോ അർറാകിഊന സാജിദൂൻ, റുകൂഉം സുജൂദും ചെയ്ത് നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നവർ. നിസ്കരിക്കാത്ത മനുഷ്യന് ആത്മീയതയുമില്ല. സുബ്ഹാനല്ലാഹ്, ഞാൻ വടകര തരീഖത്തുകാരെ ബുക്ക് വായിച്ചു നോക്കി. വടകര തരീഖത്ത് എന്നിട്ട് തരീഖത്തുണ്ട്, മലപ്പുറം ജില്ലയിലാണ് അതിന്റെ ആൾക്കാരുള്ളത്. ഞങ്ങളെ ബൈക്കൊന്നും ആരുമില്ല. പക്ഷേ ശൈഖ് അവിടെയാ ഉള്ളത്. ഈ വടകര തരീഖത്തിന്റെ തങ്ങളെ പഴയ ബുക്ക് കുറ്റിപ്പുറത്ത് നിന്ന് എനിക്ക് കിട്ടി. ഞാനത് വായിച്ചു നോക്കി. അതിൽ പറയുന്നു 5 നേരത്തെ നിസ്കാരം ഇല്ല. പിന്നെ അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് അലാ സ്വലാത്തിഹിം ദായിമൂൻ, എപ്പോഴും നിസ്കാരത്തിലായിരിക്കണം. 24 മണിക്കൂർ നിസ്കാരത്തിൽ കക്കൂസും നടക്കും. ഇതാണ് വടകര തരീഖത്തിന്റെ ബുക്കിൽ പറയുന്നത്. ഓ മുസ്ലിമീങ്ങളെ, മഹാന്മാരായ ഇമാമീങ്ങളെ വിട്ടുകൊണ്ട് ആര് ഖുർആൻ നോക്കിയോ അവര് മുഴുവനും പിഴച്ചുപോയി. പരിശുദ്ധ ഖുർആൻ ഇമാമീങ്ങളിലൂടെ മനസ്സിലാക്കിയ ഒരു സത്യത്തിൽ ഉറച്ചു നിന്നു. അത് ഖുർആൻ തന്നെ പറഞ്ഞതാണ്. ഞാനത് വിശദമായി എന്റെ 8ാം ഖണ്ഡനത്തിൽ പറഞ്ഞിട്ടുണ്ട്. CD ഇറങ്ങുമ്പോൾ കേൾക്കാം. ഓ മുസ്ലിമീങ്ങളെ, ഖുർആനിനെ പരിചയപ്പെടുത്തിയത് ഹുദല്ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് സന്മാർഗം ലഭിക്കുന്ന ഗ്രന്ഥമെന്നാണ്. എല്ലാവർക്കും സന്മാർഗം ലഭിക്കുന്ന ഗ്രന്ഥമെന്നല്ല. മുത്തഖീങ്ങൾക്ക് സന്മാർഗം ലഭിക്കുന്ന ഗ്രന്ഥം, എല്ലാവർക്കും സന്മാർഗം ചൂണ്ടിക്കാണിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. പക്ഷേ അത് ലഭിക്കൽ മുത്തഖീങ്ങൾക്ക് മാത്രമാണ്. ആ മുത്തഖീങ്ങളാണ് സ്വർഗത്തിൽ. ഖുർആൻ പറഞ്ഞില്ലേ, ഉഇദ്ദത്തിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് തയ്യാർ ചെയ്യപ്പെട്ടതാണ് സ്വർഗം. ആ മുത്തഖീങ്ങൾക്ക് ചില ലക്ഷണങ്ങളുണ്ട്. അതിലൊന്നാണ് അല്ലദീന യുൻഫിഖൂന ഫിസ്സറാ, സന്തോഷമുള്ള സമയത്ത് ചെലവഴിക്കുന്നവരാണവർ. അതുകൊണ്ടാണ് അവരെ മനസ്സിൽ ഏറ്റവും സന്തോഷമുള്ള റബീഉൽ അവ്വൽ മാസം വരുമ്പോ
അവരതാ ബിരിയാണി വെച്ച് വിളമ്പുന്നു. സന്തോഷമുള്ള സമയത്ത് ചെലവഴിക്കുന്ന മുത്തഖീങ്ങൾ സ്വർഗത്തിലാണെന്ന് ഖുർആൻ. അവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കേണ്ടതില്ല. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് തന്നെ ധാരാളമാണ്. ഓ മുസ്ലിമീങ്ങളെ, ഞാനിപ്പോഴതിലേക്ക് കടക്കുന്നില്ല. പുതിയ വീടുണ്ടാക്കി താമസിക്കുന്ന ദിവസം ഞങ്ങളെ നാട്ടിലൊക്കെ നല്ല ഭക്ഷണമുണ്ടാക്കി കൊടുക്കുന്ന പതിവുണ്ട്. മലപ്പുറം ജില്ലയിലില്ലേ അല്ലേ? എന്നാൽ നിങ്ങളത് ചോദിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുതിയ വീടുണ്ടാക്കി താമസിക്കുമ്പോ അന്ന് ബിരിയാണി വെച്ച് കൊടുത്തതായി ബുഖാരിയിലുണ്ടോ? അല്ല മറ്റെന്തെങ്കിലും സദ്യ കൊടുത്തത് ഹദീസിലുണ്ടോ? സുബ്ഹാനല്ലാഹ്, ചിലർക്ക് റസൂലുള്ള ചെയ്താലേ ബിരിയാണി പറ്റൂ. എന്നാൽ അവരൊരു പുതിയ വീടും ഉണ്ടാക്കി നിർമ്മിച്ച് അവിടുന്ന് ഭക്ഷണം വിതരണം ചെയ്യുമ്പോ ആ വീട്ടുമുറ്റത്ത് എനിക്ക് കാണാൻ പാടില്ല കേട്ടോ. അള്ളാന്റെ റസൂൽ അങ്ങനൊരു ഗ്രഹപ്രവേശന പരിപാടി നടത്തിയിട്ടില്ല, അന്ന് ഭക്ഷണം കൊടുത്തിട്ടില്ല. ഇതുപോലെ പറയട്ടെ, മകളെ കല്യാണത്തിന് ഭക്ഷണം കൊടുക്കുന്നത് കാണും.